വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ ആയിട്ട് എൻ്റെ പ്രിയ സുഹൃത്തുക്കളോട് എനിക്ക് പറയാനുള്ളത്, ഉമ്മച്ചിൻ്റെ അടുക്കള എന്നുള്ള ഈ ഒരു ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ബട്ടൺ ഞെക്കിക്കഴിഞ്ഞാൽ തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ വരും, അതും കൂടെ ഒന്ന് പ്രസ് ചെയ്യാം. അത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞാനിടുന്ന എല്ലാ വീഡിയോസും ഇടുന്ന സമയത്ത് തന്നെ നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതാണ്. ഹായ്, എല്ലാവർക്കും ഉമ്മച്ചിൻ്റെ അടുക്കള എന്നുള്ള ഈ ഒരു യൂട്യൂബ് ചാനലിലോട്ട് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ജ്യൂസിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ കാണുമ്പോൾ സ്ട്രോബെറി പോലെ ഇരിക്കുമെങ്കിലും ഒരിക്കലും ഇത് സ്ട്രോബെറി അല്ല, ഇതൊരു ബീട്രൂട്ട് ജ്യൂസാണ്. വളരെ സിമ്പിളായിട്ടുള്ളൊരു ജ്യൂസാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ബീട്രൂട്ട് ജ്യൂസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് വേണം? ബീട്രൂട്ട് വേണം. മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള ബീട്രൂട്ട് ഞാനിവിടെ ഒന്ന് പുഴുങ്ങിയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലെ വെള്ളമെല്ലാം ഊറ്റിക്കളഞ്ഞിട്ട് ഇതൊന്ന് ചൂടൊക്കെ ആറാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. ഇത് ഫ്രിഡ്ജിൽ വെക്കണമെന്നൊന്നുമില്ല. ഞാൻ എടുക്കുന്ന പാല് നന്നായിട്ട് തണുപ്പിക്കുന്ന പാലാണ്. ഒരു പാക്കറ്റ് പാലുകൊണ്ടാണ് ഞാൻ ഇത് ചെയ്യുന്നത്. ഞാനിവിടെ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ മിക്സി വാങ്ങിക്കുമ്പോൾ ജ്യൂസൊക്കെ അടിക്കാനായിട്ടുള്ള വേറൊരു സെപ്പറേറ്റ് ജാർ ഉണ്ടാവില്ലേ, അതാണ് എടുത്തിട്ടുള്ളത്. അതിലോട്ട് വേവിച്ച് വെച്ചിട്ടുള്ള ബീട്രൂട്ട് ഇട്ടുകൊടുക്കാം. പിന്നെ ഞാൻ ഇതിലോട്ട് ചേർക്കുന്നത് ഈത്തപ്പഴമാണ്. അപ്പോൾ ഈത്തപ്പഴം നല്ല ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. നല്ല ടേസ്റ്റിയാണ് ഈത്തപ്പഴം ഇതിൽ ചേർത്ത് കഴിഞ്ഞാൽ. വളരെ കുറച്ച് മാത്രം ചേർത്താൽ മതി. അപ്പോൾ ഈത്തപ്പഴം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം, ഈത്തപ്പഴം ഇല്ലാതെ അടിക്കാം, അപ്പോഴും നല്ല ടേസ്റ്റ് തന്നെയാണ്. അതിലോട്ട് കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരുപാടങ്ങും ചേർക്കണ്ട, കാരണം ഇത് കുറച്ച് ഹെവി ആയിട്ടുള്ള ജ്യൂസാണ്. അതായത് മെയിനായിട്ട് ഈത്തപ്പഴം അതുപോലെ മിൽക്ക് മെയ്ഡൊക്കെ ചേർക്കുന്നുണ്ട്. അപ്പോൾ ഓൾറെഡി മധുരം ഉണ്ടാവും, അപ്പോൾ കുറച്ച് മധുരം ചേർത്താൽ മതി. പിന്നെ ഞാൻ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് പാല്. നേരത്തെ പറഞ്ഞ പോലെ ഒരു പാക്കറ്റ് പാലാണ് എടുത്തിട്ടുള്ളത്. അത് മുഴുവനായിട്ടും ഇതിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് തണുപ്പിച്ച പാലാണ്. ഇതിലോട്ട് തന്നെ മിൽക്ക് മെയ്ഡ് ഒഴിച്ചു കൊടുക്കാം. മിൽക്ക് മെയ്ഡ് ഒരു 2 ടേബിൾ സ്പൂൺ വരെ മിൽക്ക് മെയ്ഡ് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലോട്ട് 2-3 ഐസ് ക്യൂബും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കണം. അപ്പോൾ ഈ നന്നായിട്ടത് ക്രീം പോലെ അരച്ചെടുക്കണം കേട്ടോ, എങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് ജ്യൂസ് റെഡി ആവത്തുള്ളൂ. ഞാനിവിടെ ഒരു ഗ്ലാസ് ഡിസൈൻ ചെയ്യുന്നുണ്ട്. ചെറിയൊരു കഷ്ണം ഡാർക്ക് ചോക്ലേറ്റ് വെച്ചിട്ട് കൈകൊണ്ട് നന്നായിട്ട് ഇതിൻ്റെ ഉള്ളിൽ അമർത്തി കൊടുത്തിട്ട് ഇങ്ങനെ ഓരോ ഡിസൈന് ചുമ്മാ ഒരു കളർഫുള്ളിന് വേണ്ടിയിട്ട് ചെയ്യുന്നതാണ്. നിങ്ങൾ വീട്ടിൽ ഗസ്റ്റൊക്കെ വരുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്തിട്ട് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. പ്രത്യേകിച്ചിട്ട് പോയിട്ട് ഡാർക്ക് ചോക്ലേറ്റ് മെൽറ്റ് ആക്കണമെന്നൊന്നുമില്ല. ജസ്റ്റ് ഇങ്ങനെ ഒരു കഷ്ണം അല്ലെങ്കിൽ ചോക്ലേറ്റ് എന്തെങ്കിലും എടുത്തിട്ട് ഇതുപോലെ വരഞ്ഞെടുത്താലും മതി. ഇതിലോട്ട് നമ്മൾ അടിച്ചു വെച്ചിട്ടുള്ള ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം. ഇനി മുകളിൽ ഞാൻ കുറച്ച് സ്ട്രോബെറിയുടെ ഐസ്ക്രീം ഉണ്ടാക്കി വെച്ചിട്ട്, ഞാൻ വീട്ടിൽ ഉണ്ടാക്കിയിട്ടുള്ള ഐസ്ക്രീമാണ്. സെറ്റ് ആവുന്നേ ഉള്ളൂ, നന്നായിട്ട് സെറ്റായിട്ടില്ല, ഒരു നോർമൽ സെറ്റൊക്കെ ആയിട്ടുണ്ട്. അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മോർ ടേസ്റ്റി ആയിരിക്കും. ഐസ്ക്രീം ഇടണം നിർബന്ധമില്ല കേട്ടോ, അതൊക്കെ ഓപ്ഷനിലാണ്. നിങ്ങൾക്ക് കൂടുതൽ ടേസ്റ്റ് കിട്ടാൻ വേണ്ടി ഞാൻ ചേർത്ത് കൊടുത്തു എന്നേ ഉള്ളൂ. അല്ലാണ്ട് തന്നെ ജ്യൂസ് കുടിക്കാൻ നല്ല ടേസ്റ്റിയാണ്. നല്ല തണുത്ത പാലുകൊണ്ട് തന്നെ അടിക്കുക, ഐസ് ക്യൂബ് ഇട്ട് അടിക്കുകയെങ്കിൽ നല്ല ടേസ്റ്റ് കിട്ടും. അപ്പോൾ വളരെ ഈസി ആയിട്ടുള്ള ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാനും മറക്കരുത്, കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എൻ്റെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, എന്നെ സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.